കലാകാരന്മാർ രാജഗോപാലിന്റെ ദൗർബല്യമായിരുന്നു. സുഹൃത്തുക്കൾക്കും ഏറെ പ്രിയപ്പെട്ടവനായിരുന്നു രാജഗോപാൽ. ഗായകൻ യേശുദാസ് മുതൽ നിരവധി പേർ രാജഗോപാലിന്റെ സൗഹൃദത്തിന്റെ സുഖം പറ്റിയവരാണ്. സിനിമയുടെ ആദ്യ പകുതിയിൽ മംഗലശ്ശേരി നീലകണ്ഠനെ ആഴത്തിൽ വെറുക്കുകയും പിന്നീട് താന്തോന്നിയായ അയാളുടെ മനസ്സിൽ ആരുമറിയാതെ തേങ്ങുന്ന ഒരു ഹൃദയമുണ്ടെന്ന തിരിച്ചറിവിൽ അയാളെ അങ്ങേയറ്റം സ്നേഹിച്ച ഭാനുമതി. രേവതി അഭിനയിച്ച ഭാനുമതിയെപ്പോലെ നർത്തകി തന്നെയായിരുന്നു സ്നേഹിതർ രാജുവേട്ടൻ എന്ന് വിളിക്കുന്ന രാജഗോപാലിന്റെ ഭാര്യ ലക്ഷ്മിയും. ഇരുവരും ബന്ധുക്കളായിരുന്നുവെന്നത് സിനിമയിൽ നിന്ന് ഒഴിവാക്കിയത് കഥയുടെ വിജയത്തിനായിട്ടാവണം. ഭാനുമതിയുടെ വീട്ടുകാരെ പോലെ ലക്ഷ്മിയുടെ വീട്ടുകാരും കടുത്ത എതിർപ്പിലായിരുന്നു. ആരെക്കൊണ്ടും നല്ലതെന്ന ഒരു വാക്കു പറയിക്കാത്ത രാജഗോപാലിനെ മകൾ തെരഞ്ഞെടുത്തത് അച്ഛനമ്മമാർക്ക് അനുകൂലിക്കാനാവുന്ന ഒരു ബന്ധമായിരുന്നില്ല. ദേവാസുരത്തിൽ മംഗലശ്ശേരി നീലകണ്ഠന് ശക്തനായ ഒരു എതിരാളിയെ രഞ്ജിത്ത് കൂട്ടിച്ചേർത്തു. നെപ്പോളിയൻ അവതരിപ്പിച്ച മുണ്ടക്കൽ ശേഖരൻ. പക്ഷെ ജീവിതത്തിൽ രാജഗോപാലിനെ തളർത്തിക്കിടത്തിയത് വിധി എന്ന അദൃശ്യ ശത്രുവായിരുന്നു. നീലൻ തന്റെ തളർച്ചയെ ഭാനുവിന്റെ സഹായത്തോടെ അതിജീവിച്ചപ്പോൾ യഥാർത്ഥ ജീവിതത്തിൽ രാജഗോപാൽ വിധിക്ക് മുന്നിൽ ശരീരം കൊണ്ടെങ്കിലും പരാജിതനായി. ഏറെ ചികിത്സിച്ചെങ്കിലും രാജഗോപാലിന് കിടക്ക് വിട്ട് എഴുന്നേൽക്കാനായില്ല. എങ്കിലും തളർച്ചയ്ക്ക് മുമ്പുള്ള 40 വയസ്സിനിടെ രാജഗോപാൽ 80 വയസ്സിന്റെ ജീവിതം ആഘോഷിച്ചിരുന്നു. രാജുവേട്ടന്റെ കഥ സിനിമയാക്കിയപ്പോൾ വിജയത്തിനാവശ്യമായ പല മുഹൂർത്തങ്ങളും രഞ്ജിത്ത് ദേവാസുരത്തിൽ എഴുതി വിളക്കി. തനിക്ക് പിറക്കാതെ പോയ മകനാണ് രഞ്ജിത്ത് എന്ന് രാജഗോപാലിനെ കൊണ്ട് പറയിപ്പിച്ച തിരക്കഥ. രാജഗോപാലിന്റെ പൂർണ്ണ സമ്മതത്തോടെയാണ് രഞ്ജിത്ത് ദേവാസുരം എഴുതിയത്. രോഗക്കിടക്കയിൽ കിടന്ന് ടിവിയിൽ രാജഗോപാൽ ദേവാസുരം എന്ന സിനിമ കണ്ടു. എന്നേക്കാൾ നല്ലവനാണ് നീലകണ്ഠനല്ലേ എന്നായിരുന്നു ലക്ഷ്മിയോട് രാജഗോപാൽ എന്ന് ചോദിച്ചത്.